ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും സന്തോഷമായിരിക്കുന്നു, ആരോഗ്യത്തോടെ ഇരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തു വന്ന എല്ലാ വ്യക്തികളുടെയും എന്താഗ്രഹത്തോടെയാണോ നിങ്ങൾ കടന്നു വന്നിരിക്കുന്നത്, ആ ആഗ്രഹം സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം നടത്തി തന്നതിനാൽ ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു. ഇന്ന് നമുക്ക് നോക്കാം, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് അനുകൂലമായി എന്ത് മാറ്റമാണ് അവരിലേക്ക് യൂണിവേഴ്സ് വരുത്തിയിരിക്കുന്നതെന്ന് നോക്കാം. നിങ്ങളുടെ സെൽഫ് ലവും അഫർമേഷനും ഒക്കെ കൊണ്ട് എന്ത് മാറ്റമാണ് നിങ്ങളുടെ പേഴ്സണലിൽ വരുത്തിയിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. ഏറ്റവും കറക്റ്റായിട്ടുള്ള റീഡിങ് തന്നതിനാൽ ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സിൻ്റെ ശക്തി മുഴുവനും ഈ കാർഡിലേക്ക് വന്നതിനാൽ ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്. നമുക്ക് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ പേഴ്സൻ്റെ പേര് ഓർക്കുക, പേഴ്സണുമായിട്ടുള്ള നിമിഷങ്ങൾ നിങ്ങൾ ഓർക്കുക. ഈ ചോദ്യം തന്നെ, ഞാൻ ചോദിച്ച ചോദ്യം തന്നെ നിങ്ങളുടെ യൂണിവേഴ്സിനോട് ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുക. എന്ത് മാറ്റമാണ് യൂണിവേഴ്സ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കൊണ്ടുവന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. ഒരു വലിയ മാറ്റം തന്നെ നിങ്ങളിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്ന കാർഡ്സ് ഇതാണ്. നമ്പേഴ്സ് നമുക്ക് പറയാം. 13, 4, 7, 2, 9. മാസം ഏപ്രിൽ, ജൂലൈ, ഫെബ്രുവരി, സെപ്റ്റംബർ. ലെറ്റർ വന്നിരിക്കുന്നത് TPMAGCLVS. ആദ്യത്തെ കാർഡ് തന്നെ ഒരു ട്രാൻസ്ഫോർമേഷനാണ് വന്നിരിക്കുന്നത്. ഡെത്തിൻ്റെ കാർഡ് തന്നെയാണിത്. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ സംഭവിച്ച എല്ലാ കാര്യങ്ങൾക്കും അവസാനം സംഭവിച്ചുകൊണ്ട് ഒരു ന്യൂ ബിഗിനിങ് ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആദ്യമായി സംഭവിക്കാൻ പോകുന്നത്. നമുക്കതിൻ്റെ ക്ലാരിറ്റി എടുക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എന്തുകൊണ്ടാണ് ഇവിടെ? താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. പെട്ടെന്ന് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് നിങ്ങളിൽ നിന്ന് വിട്ടുപോയ വ്യക്തി, നിങ്ങളെ ഉപേക്ഷിച്ച് നിങ്ങളിൽ നിന്നും കടന്നു പോയത്, നിങ്ങളുമായിട്ടുള്ള റിലേഷൻ ശരിയല്ല, അല്ലെങ്കിൽ എനിക്ക് നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞ് നിങ്ങളിൽ നിന്ന് അകന്നു പോയ വ്യക്തി എത്രയും പെട്ടെന്ന് തന്നെ, വളരെ സ്പീഡിൽ തന്നെ നിങ്ങളിലേക്ക് ഒരു മാറ്റവുമായിട്ട്, ഇതുവരെ നിങ്ങളിൽ നിന്ന് വേണ്ട എന്ന് പറഞ്ഞു പോയ വ്യക്തിക്ക് ഒരു മാറ്റം സംഭവിച്ച് നിങ്ങളിലേക്ക് വരികയാണ്. ന്യൂ ബിഗിനിങ് ആണ് ഇവിടെ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ യൂണിവേഴ്സ് വരുത്തുന്ന മാറ്റം എന്ന് പറയുന്നത് നിങ്ങളിൽ നിന്ന് വിട്ടുപോയ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു. 12 നമ്പറാണ് ഇവിടെ വന്നിരിക്കുന്നത്. 3 മാർച്ച് വന്നിട്ടുണ്ട്. ക്യാൻസർ, ലിയോ, അക്യൂറസ് വന്നിട്ടുണ്ട്. കർക്കിടകം, ചിങ്ങം, കുംഭം. ഓക്കെ, അടുത്ത് നോക്കാം. സമയം അനുകൂലമായി വന്നിരിക്കുകയാണ് നിങ്ങൾക്കിപ്പം. ഇതുവരെയും നിങ്ങൾക്ക് സമയം അനുകൂലമല്ലായിരുന്നു എങ്കിൽ ഈ ഒരു സമയം നിങ്ങൾക്ക് അനുകൂലമായിട്ട് സമയം വന്നിരിക്കുകയാണ്. ഓക്കെ, നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ കാത്തിരുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുവാൻ പോകുന്നു. ഇവിടെ ഒരു പ്രഗ്നൻറ്റ് ലേഡീനെയാണ് കാണിച്ചിരിക്കുന്നത്. ഒരു കുഞ്ഞ് വയറ്റിലായി കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് എത്രത്തോളം വെയിറ്റ് ചെയ്യുന്നു, എന്ത് കഷ്ടങ്ങൾ അനുഭവിച്ചിട്ടാണ് ആ ഒരു വ്യക്തി, ആ ഒരു കുഞ്ഞ് പുറത്ത് വരുന്നത്. ഒരു ന്യൂ ബിഗിനിങ്ങിന് വേണ്ടിയിട്ട് ഒരു ജീവൻ പുറത്ത് വരുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും കഷ്ടങ്ങളും നഷ്ടങ്ങളും നിങ്ങൾ അനുഭവിച്ചു. പ്രഗ്നൻറ്റിലായിരിക്കുന്ന ഒരു അമ്മ സഹിക്കുന്നതായിട്ടുള്ള വേദനകളും കഷ്ടപ്പാടുകളും എല്ലാം നിങ്ങൾ ഈ ഒരു സമയത്ത് അനുഭവിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പം നിങ്ങൾക്ക് സമയം അനുകൂലമായിരിക്കുന്നു. നിങ്ങൾ എന്തിനാണോ ഇത്രയും കഷ്ടപ്പെട്ടത്, ആ കഷ്ടങ്ങൾക്ക് ഒടുവിൽ നിങ്ങളുടെ എത്രത്തോളം നിങ്ങൾ ആഗ്രഹിച്ച് വെയിറ്റ് ചെയ്തിരുന്ന കാര്യം നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ പോകുന്നു. താങ്ക് യു യൂണിവേഴ്സ്. വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുന്നത് ഒരു കർമ്മ കാർഡ് കൂടിയാണ്. നമ്മൾ നല്ല കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ നമുക്ക് നല്ല കാര്യവും, മോശമാണ് നമ്മൾ ചെയ്തിട്ടുള്ളതെങ്കിൽ മോശവും. അപ്പം നമ്മൾ കാരണം ആരെങ്കിലും വിഷമിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾക്ക്
വരെ. അപ്പം നമ്മൾ കാത്തിരിക്കുന്നത് എന്താണ്? നമ്മൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലം ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളും ഇവിടെ എഴുതി വെക്കുന്നതിന് വേണ്ടിയിട്ട് ആൾക്കാരുണ്ട്. ഓക്കെ, ആ ആൾക്കാരെ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാകും. ഇവിടെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ നിമിഷവും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ അവിടെ എഴുതപ്പെടുകയാണ്. അപ്പോൾ ആ പ്രവൃത്തിയുടെ ഫലമാണ് നമുക്ക് തിരിച്ച് കിട്ടാൻ പോകുന്നത്. അത് എത്രയും പെട്ടെന്ന് തന്നെ ലഭിക്കും. നിങ്ങളുടെ ജീവിതം ബാലൻസിൽ കൊണ്ടുവരുന്നതിന് നിങ്ങളുടെ പേഴ്സൺ തീരുമാനിക്കുകയാണ്. കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഒരുപാട് സ്ട്രഗിൾ സിറ്റുവേഷൻ ആണെങ്കിൽ പോലും ബാലൻസിങ്ങിൽ കൊണ്ടുവരണം. നിങ്ങളുടെ പേഴ്സൺ അന്വേഷിക്കുന്നുണ്ട്. നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും മെസ്സേജ് ലഭിക്കുമോ എന്ന് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ എവിടെയാണ്, എന്താണ് എന്നുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലും മറ്റും നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പോസിബിലിറ്റി തന്നെയാണ്, ഒരു ന്യൂ ബിഗിനിങ് തന്നെയാണ് വീണ്ടും ആവർത്തിച്ച് വന്നിരിക്കുന്നത്. നിങ്ങൾക്കൊരു മെസ്സേജ് വരുവാനോ കോൾ വരുവാനോ ഉള്ള പോസിബിലിറ്റിയാണ് ഇവിടെ കാണുന്നത്. ഇതുവരെ അവരുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഇത്രയും പ്രശ്നങ്ങളാണ് നിങ്ങളുടെ ഇടയ്ക്ക് വരിക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിൽ പോലും അവിടെ നിന്ന് ഒരു സൂര്യ ഉദയം കാണുന്നുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന ഒരു ഈഗിളാണ്. അപ്പോൾ ഏറ്റവും ദൂരത്ത് നിന്ന് വേണമെങ്കിലും അത് വീക്ഷിക്കുന്നത് കറക്റ്റായിരിക്കും. അതിന് ഷാർപ്പായിട്ട് പോയിൻ്റ് നോട്ട് ചെയ്യാൻ കഴിയും. ലൈഫിലേക്ക് കടന്നു വരണമെന്നും അതിൽ എവിടെയാണ് പ്രശ്നങ്ങളെന്നും നോട്ട് ചെയ്തിട്ട് അത് നേരെയാക്കി റിലേഷൻഷിപ്പിനെ ഇമോഷണൽ പരമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളുടെ പേഴ്സൺ തീരുമാനിക്കുകയാണ്. എന്തെല്ലാം സ്ട്രഗിൾ, ഈ മലകളെന്നൊക്കെ പറയുന്നത് ഒരുപാട് സ്ട്രഗിളാണ്. ആ സ്ട്രഗിളിൽ കൂടി തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് എത്തണമെന്ന് തീരുമാനിക്കുന്നത്. അടുത്തത് പ്രൊജക്ഷനെ നമുക്ക് നോക്കാം. എന്തുകൊണ്ടാണ് ഇവിടെ പ്രൊജക്ഷൻ വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. 2 ഓഫ് കപ്പ് പ്രൊജക്ഷനും അതുപോലെ തന്നെയാണ് ഒരുപാട് സ്നേഹത്തിൻ്റെ കാര്യം തന്നെയാണ് വന്നിരിക്കുന്നത്. പ്രൊജക്ഷനെ ക്ലാരിഫൈ ചെയ്ത് വന്നിരിക്കുന്നത് ഫൂളായിരുന്നു. ഇതുവരെയും നിങ്ങൾ ശരിയായ ഫേസ്, ഈ റിലേഷൻഷിപ്പിൻ്റെ ശരിയായ ഫേസ് നിങ്ങൾ കണ്ടിരുന്നില്ല. ഈ ഒരു സമയത്ത് നിങ്ങളുമായിട്ട് കുറച്ച് നാളത്തേക്ക് മാറി നിന്ന സമയത്ത് നിങ്ങൾക്ക് ശരിക്കും ഈ റിലേഷൻഷിപ്പിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം, എത്രത്തോളം ഇമോഷണലായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കണം വേണ്ട എന്നുള്ളത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അപ്പം യൂണിവേഴ്സ് പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ ഓരോ റിലേഷൻഷിപ്പിൽ കടന്നു പോകുമ്പോഴും അത് സൂക്ഷിച്ച് എങ്ങനെയാണ് പോകേണ്ടത് എന്നുള്ള കാര്യം കുറച്ച് ആലോചിച്ച് വേണം മുന്നോട്ട് പോകുവാൻ എന്ന് യൂണിവേഴ്സ് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോടുള്ള ഒരുപാട് പ്രണയം കാരണം അന്ധത ബാധിക്കരുത്. കാരണം പ്രണയം, സ്നേഹം കാരണം നമുക്ക് അന്ധത, താഴോട്ട് എന്താണ്, അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് മനസ്സിലാക്കാതെ എടുത്ത് ചാടരുത്, നിങ്ങളെടുത്ത് ചാടരുത് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. എല്ലാം നോക്കി കണ്ടും വേണം മുന്നോട്ട് പോകാൻ. പ്രണയത്തിൻ്റെ പേരിൽ നിങ്ങൾ അഗാധമായി പ്രൊജക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണോ ശരിയായത്, സിനിമയിൽ തന്നെ നമുക്ക് കാണാം, തിയേറ്ററിൽ ചെല്ലുമ്പോഴത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്ന സാധനം എന്ന് പറയുന്നത് പുറകിലാണ് ഇരിക്കുന്നത്. നമ്മൾ അതിൻ്റെ സ്ക്രീനിൽ കാണുന്ന കാര്യങ്ങൾ മാത്രമാണ് കാണുന്നത്. പല വ്യക്തികളും ആ ഒരു കാണുന്ന പുറമേ നമ്മൾ ആ ഒരു പ്രകാശത്തിൽ കാണുന്നതാണ് സത്യം എന്ന് വിശ്വസിക്കാതെ നമ്മൾ യഥാർത്ഥമായ കാര്യം, നിങ്ങളുടെ പേഴ്സൺ ഏത് രീതിയിലുള്ള വ്യക്തിയാണെന്നും നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ എന്തെല്ലാം പെയിൻ ലഭിച്ചു എന്നും ഈ ഒരു സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുമായിട്ട് ഇപ്പോൾ മൂവ് ഓൺ ആയി നിൽക്കുന്നു, ലെസ് കോണ്ടാക്റ്റിൽ നിൽക്കുന്നു എങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. നിങ്ങൾ ചിന്തിക്കാതെ എടുത്തു ചാടി ഒരു കാര്യവും ചെയ്യരുത് എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. ഇത് ആരുടെ എനർജിയാണെന്ന് അറിയത്തില്ല. നിങ്ങൾക്കിത് റെസനേറ്റ് ആകുന്നുവെങ്കിൽ നിങ്ങൾ എടുക്കുക. നിങ്ങൾ ആലോചിച്ച് വേണം ഓരോ റിലേഷൻഷിപ്പിൽ ചെന്ന് പെടുവാൻ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് കുഴിയിലേക്ക്, ഗർത്തത്തിലേക്ക് വീഴുകയും ബേർഡൻ അനുഭവിക്കേണ്ടതായി വരുമെന്നും യൂണിവേഴ്സ് നിങ്ങളെ നിങ്ങൾ സ്പിരിച്വലായിട്ട് മുന്നോട്ട് പോകുക. നിങ്ങൾക്കുള്ള ഗൈഡൻസ്, നിങ്ങളുടെ ഇന്നർ വോയിസ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ റിലേഷൻഷിപ്പ് എനിക്ക് ശരിയാണോ, ഈ റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ അനുഭവം വെച്ച് തന്നെ നിങ്ങൾക്ക് വിലയിരുത്താൻ കഴിയും സത്യാവസ്ഥ എന്തെന്ന് നിങ്ങൾ തീരുമാനിക്കുകയെന്ന്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളെ ഉപേക്ഷിച്ച് അവർ എന്തെങ്കിലും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം അവർക്ക് അവിടെ ടവറാണ് സംഭവിച്ചിരിക്കുന്നത്. അവർക്കെല്ലാം നഷ്ടമായിരിക്കുന്നു. നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ നിങ്ങളെ ഉപേക്ഷിച്ച് അവരെന്താണോ സ്വീകരിച്ചത്
അതെല്ലാം അവർക്ക് നഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുകയാണ്. കർമ്മയെന്ന് പറയുമ്പോഴത്തേക്ക് ചില വ്യക്തികൾക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും, മറ്റു ചിലവർക്ക് വരാൻ പോകുന്നു. ജീവിതത്തിൽ അവർ ഒരുപാട് ബുദ്ധിമുട്ടിലേക്ക് കടന്നു പോകാൻ പോകുന്നു. അവരുടെ റിലേഷൻഷിപ്പ് ആണെങ്കിലും ശരി, സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിലും ബിസിനസ് ആണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ കണ്ണീരിൽ ആഴ്ത്തിക്കൊണ്ട് നിങ്ങളെ വഞ്ചിച്ചും ചതിച്ചും നേടിയിരിക്കുന്നതിന് മുകളിലോട്ട് യൂണിവേഴ്സിൻ്റെ പ്രഹരം വരാൻ പോകുകയാണ്. നിങ്ങളുടെ പേഴ്സണ് കർമ്മ വരുന്നുണ്ട്. ഇതെല്ലാവർക്കും റെസനേറ്റ് അല്ല. നിങ്ങളെ ചതിച്ച് പണത്തിൻ്റെ പേരിൽ സ്നേഹം നടിച്ച് വന്ന് നിങ്ങളെ ചതിച്ചിട്ടുള്ള വ്യക്തികൾക്കാണ് ഇപ്പോൾ കർമ്മ നേരിടാൻ പോകുന്നത്. അവർ എന്താണോ നേടി കെട്ടി പൊക്കിയത്, നിങ്ങളെ വഞ്ചിച്ച് നിങ്ങളെ പറ്റിച്ചെടുത്ത് നേടി പൊക്കി കെട്ടിയതിൻ്റെ മുകളിൽ യൂണിവേഴ്സിൻ്റെ പ്രഹരമാണ് അവർക്ക് ഈ ഒരു സമയത്ത് വരാൻ പോകുന്നത്. ജസ്റ്റിസ് ലഭിക്കുകയാണ്. നിങ്ങൾ ഒറ്റപ്പെട്ട് ജീവിക്കുന്നെന്നുണ്ടെങ്കിൽ ആ ഒറ്റപ്പെടലിൽ നിന്നെല്ലാം നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കാൻ പോകുകയാണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് സൺ വരാൻ പോകുകയാണ്. ഓക്കെ, ചില വ്യക്തികൾ വന്നു കഴിഞ്ഞിട്ടുണ്ട്, മറ്റ് ചില വ്യക്തികൾക്ക് വരാൻ പോകുന്നുണ്ട്. നിയമവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തികൾക്ക് നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കും. ന്യായം നിങ്ങളുടെ ഭാഗത്താണ്. ലിബ്രയാണ് വന്നിരിക്കുന്നത്. തുലാം, എന്താണ് മുന്നിലേക്ക് നടക്കേണ്ടതിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു വഴിയും തെളിഞ്ഞു വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് യൂണിവേഴ്സിൻ്റെ പ്രകാശം നിങ്ങളുടെ മേൽ ഉദിക്കുകയാണായിരിക്കുകയാണ്. കാരണം ഈ ഒരു പൊടി കൊച്ചാണ്. ആ കൊച്ച് എങ്ങും പിടിച്ചിട്ടില്ല. ആ കുതിരപ്പുറത്ത് എങ്ങും പിടിക്കാതെ കൈയും കാലും എല്ലാം നിവർത്തി വെച്ചിട്ട് ഒരു അതിനേക്കാളും വലിയ ഒരു തുണിയാണ് പിടിച്ചിരിക്കുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നർ സ്ട്രോങ്ങിനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലോട്ട് ഒരു ഇന്നർ സ്ട്രോങ് വന്നിരിക്കുകയാണ്. ഓക്കെ, നിങ്ങളുടെ ജീവിതം എല്ലാം നിങ്ങളുടെ ആ ഒരു പ്രതിബന്ധങ്ങൾ പിറകെയുള്ള ആ ഒരു മതിലെന്ന് പറയുന്നത് നിങ്ങളെ തടഞ്ഞു നിർത്തിയിരുന്ന പല കാര്യങ്ങളുമാണ്. നിങ്ങളുടെ ഇമോഷനെ ആയാലും ശരിയെന്ന, നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും ശരിയെന്ന, പലതും നിങ്ങളെ തടഞ്ഞു നിർത്തി നിങ്ങളെ ഐസൊലേഷനാക്കി നിങ്ങളെ ഒറ്റപ്പെടുത്തി നിർത്തിയിരുന്നത് പലതും നിങ്ങൾ വിജയിച്ചിരിക്കുകയാണ്. വിജയിച്ച് നിങ്ങൾ മുന്നോട്ട് വരികയാണ്. കോടതിപരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ശരിയെന്ന, നിങ്ങളെ കുറ്റപ്പെടുത്തി വെച്ചിരുന്ന സംഭവങ്ങളാണെങ്കിലും ശരിയെന്ന, എന്ത് തന്നെയാണെങ്കിലും അതിൽ നിന്നെല്ലാം നിങ്ങൾ പുറത്ത് വന്നിരിക്കുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് ഉണ്ട്. നിങ്ങൾ ഒറ്റയ്ക്കായിരുന്നു ജീവിച്ചിരുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാനസികമായിട്ട് നിങ്ങൾ ഒറ്റപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഫ്രീഡം ലഭിക്കുകയാണ്. ഈ കുട്ടിയെ കാണുമ്പോഴത്തേക്ക് തന്നെ മനസ്സിലാക്കാം അതിനെങ്ങും ബന്ധിച്ചിട്ടിട്ടില്ല. അത് ഓപ്പണായിട്ട് കൈയും കാലും എല്ലാം നിവർത്തിയിരിക്കുന്നതെന്ന് വെച്ചാൽ ഫ്രീഡത്തെയാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ഫ്രീഡവും നിങ്ങൾക്ക് വന്നു ചേരുകയാണ്. അപ്പം ഇതാണ് നിങ്ങൾക്ക് അനുകൂലമായ യൂണിവേഴ്സ് നിങ്ങളുടെ പേഴ്സണിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ ഇതൊക്കെയാണ്. കർമ്മ ലഭിക്കേണ്ട പേഴ്സണിൽ കർമ്മ ലഭിക്കുന്നുണ്ട്. നീതി ലഭിക്കേണ്ടവർക്ക് നീതി അവരിൽ നിന്ന് നീതി നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഓഫർ ലഭിക്കേണ്ട വ്യക്തികൾക്ക് ഓഫർ ലഭിക്കുന്നുണ്ട്. നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ വെയിറ്റ് ചെയ്യുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. ഇതെല്ലാം യൂണിവേഴ്സ് നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ ഉടൻ തന്നെ വന്നുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരാൻ പോകുന്ന കാര്യമാണ്. നമുക്ക് അടുത്തതായി നോക്കാം. നമുക്ക് അടുത്തത് ചോദിക്കാം, നിങ്ങളുടെ പേഴ്സൺ ഈ റിലേഷൻഷിപ്പിനെ നിങ്ങളെ ബേസ് ചെയ്ത് എന്ത് കാര്യമാണ് ഭയക്കുന്നത്? നിങ്ങളുടെ പേഴ്സൺ എന്ത് കാര്യത്തെയാണ് ഭയപ്പെട്ട് നിൽക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഈ റിലേഷൻ ഒന്നാകുന്നതിന് വേണ്ടിയിട്ട് എന്തുകൊണ്ടാണ് ഭയപ്പെട്ട് പുറകിലോട്ട് നിൽക്കുന്നതെന്ന് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എന്ത് കാര്യത്തെയാണ് സ്ട്രെങ്ത് ഇല്ല. ഓക്കെ, അവർക്ക് സ്ട്രെങ്ത് ഇല്ല. അവർ ഈ ഒരു റിലേഷൻ അവസാനിച്ചു എന്നാണ് അവർ ചിന്തിക്കുന്നത്. അവർക്ക് ഒരുപാട് പെയിൻ ലഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ പേഴ്സൺ ഒന്നുകിൽ ഈ റിലേഷനിലേക്ക് കടന്നു വന്നാൽ അവർ വേദനയെ ഭയപ്പെടുന്നുണ്ട്. മാനസികമായിട്ടുള്ള സ്ട്രഗിൾ അവർ ഭയപ്പെടുന്നുണ്ട്. ഒരു പക്വതയില്ലാത്ത റിലേഷൻഷിപ്പാണ് ഇത് എന്ന് നിങ്ങളുടെ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട്. എന്താണ് നിങ്ങളുടെ പേഴ്സൺ ഭയപ്പെടുന്നത് എന്ന് ചോദിച്ചതിൽ ഒരു ശരിയായ ഫേസ് അവർ പുറമേ കാണിച്ചിട്ടില്ല. ഫെമിനൻ ആൻഡ് മസ്കുലൈൻ എനർജിയാണ്. ഈ ഫെമിനൻ മസ്കുലർ പറഞ്ഞു കഴിഞ്ഞാൽ പല വ്യക്തികൾക്കും മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ലളിതമായിട്ട് പറയാം. ഒരു ആണിൻ്റെ എനർജിയും ഒരു പെണ്ണിൻ്റെ എനർജിയും ചില സമയത്ത് ഭയങ്കര രീതിയിൽ സ്ട്രോങ് ആയിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് കൈകാര്യം ചെയ്യുന്നതിനെ ഞങ്ങൾ ആണിൻ്റെ എനർജി എന്ന് പറയും. ഒരു ഫീമെയിലിൻ്റെ എനർജി ആകുമ്പോൾ കുറേ കെയറിങ്ങും ഇമോഷണൽ പരമായിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുന്നതിന് ഫെമിനൻ എനർജിയെ അങ്ങനെയാണ് പറയുന്നത്. അപ്പം ഇവിടെ ഈ രണ്ട് എനർജിയും ഉള്ള ഒരു വ്യക്തിയുണ്ട്. ശരിയായ ഫേസിനെ മറച്ചു നിർത്തിക്കൊണ്ടും ദയൊക്കെ ഉള്ള ഒരു വ്യക്തിയായിട്ട് നിൽക്കുന്ന ഒരു തേർഡ് പാർട്ടി. നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയം വരെയും തേർഡ് പാർട്ടിയുടെ ശരിയായ ഫേസ് അവർ കണ്ടിട്ടില്ല.
പക്ഷേ നിങ്ങളിലേക്ക് കടന്നു വരാൻ കഴിയാത്ത വണ്ണം അവർ ഒരുപാട് പെയിൻ സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നു പോകുന്നത്. റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാൻ ഇപ്പോൾ അവർക്ക് കഴിയത്തില്ല. ഓക്കെ, അവർ ഭയക്കുന്നു, ഒരു ന്യൂ ബിഗിനിങ്ങിന് വേണ്ടിയിട്ട് അവർ ഭയക്കുന്നു, റിലേഷൻഷിപ്പിന് സ്ട്രെങ്ത് ഇല്ല എന്ന് അവർ വിശ്വസിക്കുന്നു. അപ്പം നിങ്ങളുടെ പേഴ്സൺ എന്താണ് ഭയക്കുന്നത് എന്ന് ചോദിച്ചാൽ തേർഡ് പാർട്ടിയാണ് ഭയക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ന്യൂ ബിഗിനിങ്ങിന് വേണ്ടി വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണെ പിറകിൽ നിന്നും ചതിച്ച് മാറ്റുന്നതിനുള്ള എല്ലാ ആയുധങ്ങളും നിങ്ങളുടെ തേർഡ് പാർട്ടിയുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് തേർഡ് പാർട്ടിയെയാണ് ഈ ഒരു നിമിഷം നിങ്ങളുടെ പേഴ്സൺ ഭയപ്പെടുന്നത്. അടുത്തത് നോക്കാം. ഈ റിലേഷൻഷിപ്പും നേരെ ചൊവ്വെ പോകുമെന്ന് നിങ്ങളുടെ പേഴ്സണ് ഒരു വിശ്വാസവുമില്ല. ഓക്കെ, ഒരു വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. മുന്നോട്ട് പോകും തോറും തേർഡ് പാർട്ടിയുടെ പ്രശ്നത്തിൽ തേർഡ് പാർട്ടി കാർഡ് വന്നിട്ടുണ്ട്. തേർഡ് പാർട്ടിയുടെ പ്രശ്നത്തിൽ ഇനിയും അങ്ങോട്ട് ചെല്ലുമ്പോൾ വീണ്ടും വഴക്കുണ്ടാകും. അതുകൊണ്ടാണ് നിങ്ങളിലേക്ക് കടന്നു വരാൻ ഭയന്ന് നിൽക്കുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയതും നിങ്ങൾ തങ്ങളിലുണ്ടായ പ്രശ്നങ്ങളും നിങ്ങളുടെ പേഴ്സണ് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ അറിഞ്ഞ കാര്യങ്ങളാണ്. ഇനി അപ്പം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ തേർഡ് പാർട്ടിയെ ചൊല്ലിക്കൊണ്ട് ട്രസ്റ്റ് നഷ്ടപ്പെട്ടു, ഒരു വിശ്വാസവുമില്ല. ഇനി പല കാര്യങ്ങളും പറഞ്ഞ് വീണ്ടും ജീവിതം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അടി ഉണ്ടാകും എന്നുള്ളതിനെ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ഭയപ്പെടുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു നിങ്ങൾ തരുന്ന ഓഫർ ആവട്ടെ അല്ലെങ്കിൽ ഒന്നും സ്വീകരിക്കാൻ നിങ്ങളുടെ പേഴ്സൺ ഇപ്പം തയ്യാറല്ല. അവരുടെ ഉള്ളിലേക്ക് തന്നെയാണ് നോക്കുന്നത്. എന്ത് ചെയ്യണമെന്നറിയാതെ പല കൺഫ്യൂഷനാണ്. പല ഇവിടെ നോക്കിയാൽ തന്നെ അറിയാം നിങ്ങളുടെ പേഴ്സണെ ചുറ്റി ഒരുപാട് ഫേസുകൾ കാണാം. അവർക്ക് എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നുള്ളതിനെക്കുറിച്ച് ഒരറിവും ഈ ഒരു റിലേഷനിൽ ഇല്ല. അപ്പോൾ ഭയക്കുന്നത് എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരു ഡിസിഷൻ എടുക്കാൻ നിങ്ങളുടെ പേഴ്സണ് കഴിയുന്നില്ല. ഡിസിഷനാണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ ഭയക്കുന്നത്. ഡിസിഷനാണ് നിങ്ങൾക്ക് വേണ്ടി എടുക്കേണ്ടതെന്ന് ചിന്തിച്ച് പേഴ്സണെ ഓവർ തിങ്കിങ് ആണ് ഈ ഒരു സമയം ഭയക്കുന്നത്. മദർ യൂണിവേഴ്സ്, നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയം മെഡിറ്റേഷൻ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യകതയുണ്ട്. നിങ്ങൾക്കാണ് ഈ പ്രശ്നമെങ്കിൽ നിങ്ങളും മെഡിറ്റേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്. ഓക്കെ, അടുത്തത് നോക്കാം. എന്തുകൊണ്ടാണ് ഇവിടെ കോംപ്രമൈസ് വന്നിരിക്കുന്നത്? തേർഡ് പാർട്ടിയുടെ കാര്യത്തിൽ നിങ്ങൾ ഒരു വിധത്തിലും കോംപ്രമൈസ് ആകില്ല. തേർഡ് പാർട്ടിയെ കൂടി ലൈഫിൽ നിന്ന് ഒഴിവാക്കാൻ വയ്യാത്ത അവസ്ഥയിലായിരിക്കാം. തേർഡ് പാർട്ടിയും കൂടി നിലനിർത്തിക്കൊണ്ട് ഉള്ള ഒരു റിലേഷനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ ഒരിക്കലും തയ്യാറാകില്ല എന്നാണ് നിങ്ങളുടെ പേഴ്സൺ ഭയപ്പെടുന്നത്. തേർഡ് പാർട്ടി ഒരിക്കലും അവരുടെ ലൈഫിൽ നിന്ന് ഒഴിഞ്ഞു പോകാത്ത അവസ്ഥയായിരിക്കാം അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഈ ഒരു സമയത്ത് കോംപ്രമൈസിലാകത്തില്ല. നിങ്ങളുമായിട്ടൊരു റിലേഷനിലേക്ക് കടന്നു പോകുന്നതിന് തേർഡ് പാർട്ടി അനുകൂലമായിട്ടുള്ള ഒരു മറുപടി കൊടുക്കില്ല. ചിലപ്പോൾ ഫാമിലി ആകാം അല്ലെങ്കിൽ പേരൻസ് ആകാനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട്. ഒരു സിംഗിൾ പേരൻറ്റിനെ കാണിക്കുന്നുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ളിൽ കൂടിയാണ് കടന്നു പോകുന്നത്. എങ്കിലും അവർ ശക്തമായിട്ടുള്ള തീരുമാനങ്ങളാണ് നിങ്ങളുടെ പേഴ്സണ് നേരെ എടുത്തിരിക്കുന്നത്. നിങ്ങളുമായിട്ട് മിണ്ടുകയോ സംസാരിക്കുകയോ കോൾ ചെയ്യുകയോ ഒന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള ശക്തമായിട്ടുള്ള ഓർഡറുകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുട്ടികളെല്ലാം ഇൻവോൾവ് ആയിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പാണ് ഇത്. തേർഡ് പാർട്ടിയുമായിട്ട് കുട്ടികളൊക്കെ ഇൻവോൾവ് ആയിട്ടുണ്ട്. ഓക്കെ, ഒരുപാട് ആ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് സഹിക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത്. ഒരുപാട് കൊടുങ്കാറ്റും മാനസിക പ്രശ്നങ്ങളിൽ കൂടിയൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ കടന്നു പോകുന്നത്. നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കണമെന്നുണ്ട്, പക്ഷേ ഒരു വിധത്തിലും കഴിയാത്ത വണ്ണം നിങ്ങളുടെ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ ബ്ലോക്ക് ചെയ്തിരിക്കുന്ന അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അപ്പം നിങ്ങളുടെ പേഴ്സൺ ഭയക്കുന്നത് തേർഡ് പാർട്ടി കോംപ്രമൈസ് ചെയ്തു തരില്ല എന്ന് നിങ്ങളുടെ പേഴ്സൺ ഭയക്കുന്നുണ്ട്. ഓക്കെ, തേർഡ് പാർട്ടി ചിലപ്പോൾ പാരൻസ് ആയിരിക്കാം. നമുക്ക് നോക്കാം ഷെയറിങ്. പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്, എന്തുകൊണ്ടാണ് ഇവിടെ ഷെയറിങ് വന്നിരിക്കുന്നത്? നിങ്ങളിൽ നിന്നും വിട്ടുപോയ കാര്യങ്ങൾ ബാലൻസിങ്ങിൽ കൊണ്ടുവരാൻ കഴിയില്ല. ഉപേക്ഷിച്ചു പോയതാണ്. നിങ്ങളുടെ സ്നേഹത്തെ നിങ്ങളുടെ പേഴ്സൺ ഉപേക്ഷിച്ചതാണെന്നും ഇനി അതൊരിക്കലും ബാലൻസിങ്ങിൽ കൊണ്ടുവരാൻ കഴിയില്ല എന്ന് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. പേഴ്സൺ നിൽക്കുന്നതായിട്ടുള്ള ചുറ്റുപാടുണ്ട്. ഏത് സാഹചര്യത്തിലാണോ ഇപ്പം നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത്, നിങ്ങളെ ഉപേക്ഷിച്ച് മറ്റൊരു സാഹചര്യത്തിലേക്ക് നിങ്ങളുടെ പേഴ്സൺ വന്നു കഴിഞ്ഞു ഇനി അത് ബാലൻസിങ്ങിൽ വരത്തില്ല എന്ന് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നുണ്ട്, ഭയക്കുന്നുണ്ട്.
ബ്രേക്ക് ത്രൂ എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ബ്രേക്ക് ത്രൂ വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. കാര്യങ്ങൾ ചിലതൊക്കെ പൊട്ടിച്ചെറിയേണ്ടതായിട്ടുണ്ട് എന്ന് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് തേർഡ് പാർട്ടി ഇൻക്ലൂഡ് ആയിട്ടുള്ളതുകൊണ്ട്, ഇൻവോൾവ് ആയിട്ടുള്ളത് കൊണ്ട് അവർക്ക് അവരുടേതായ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. മറ്റ് ചില നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ പ്രശ്നങ്ങൾ മറ്റ് ചില കുടുംബാംഗങ്ങളുമായിട്ട് ബന്ധിച്ചിരിക്കുകയാണ്. ഈ പ്രശ്നങ്ങളെ അവസാനിപ്പിച്ച് നിങ്ങളിലേക്ക് കടന്നു വരാൻ കഴിയത്തില്ല. കാരണം ഇവിടെ പേരൻസ് അല്ലെങ്കിൽ മറ്റ് കുടുംബാംഗങ്ങൾ ഇൻവോൾവ് ആയിട്ടുള്ളത് കൊണ്ട് നിങ്ങളിലേക്ക് പെട്ടെന്ന് കടന്നു വരാൻ കഴിയത്തില്ല. വീട്ടുകാരെ ഭയപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പം നിങ്ങളുടെ പേഴ്സൺ എന്ത് കാര്യമാണ് ഭയപ്പെടുന്നത് എന്ന് ചോദിച്ചതിനുള്ള റീഡിംഗ് ആണ് ഈ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് റെസനേറ്റ് ആയത് മാത്രം എടുക്കുക, നിങ്ങൾക്ക് റെസനേറ്റ് ആകാത്തത് വിട്ട് കളയുക. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്ത്, നിങ്ങളെ ബേസ് ചെയ്ത്, ഈ എനർജിയെ ബേസ് ചെയ്ത് എന്ത് കാര്യമാണ് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് പറയാനുള്ളത്? പ്ലീസ് കേട്ട്. നീ എൻ്റെ ഹൃദയത്തിലാണ് തൊട്ടിരിക്കുന്നത്. ഓക്കെ, നിങ്ങളെ വിട്ടുകളയാനും അവർക്ക് വയ്യ, എന്നാൽ ചേർത്ത് പിടിക്കാനും വയ്യാത്ത അവസ്ഥയിലാണ് അവർ പോയിരിക്കുന്നത്. നീ എന്നെ സ്പർശിച്ചിരിക്കുന്നത്, അത്രത്തോളം പെയിൻ അവർ അനുഭവിക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ മെയ്ഡ് ഫോർ ഈച്ച് അതർ ആണ് എന്ന് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് പഴയ കാര്യങ്ങളെല്ലാം മറന്നുകൊണ്ട് പുതിയതായിട്ട് നമുക്കൊരു ന്യൂ ജേണി സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ജീവിതത്തിൽ വന്ന കാര്യങ്ങളൊക്കെ നീ മറക്കുമോ, നീ ഫൊർഗെറ്റ് ചെയ്യുമോ എന്നുള്ള കാര്യങ്ങളാണ് അവർ ചോദിക്കുന്നത്. അതെല്ലാം മറന്നുകൊണ്ട് നമുക്കൊരു പുതിയ ജേണി നമുക്ക് ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യാമെന്ന് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് പറയുന്നുണ്ട്. എന്തെല്ലാം ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിലും അതൊന്നും അവർക്കൊരു മാറ്ററേ അല്ല. എന്ത് സംഭവിച്ചിരുന്നാലും അവർക്ക് നിങ്ങളെ വേണമെന്ന് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് പറയുന്നത്. അവരുടെ ലോകം എന്ന് പറയുന്നത് തന്നെ നിങ്ങളെ ചുറ്റിയാണ്. നിങ്ങളില്ലാണ്ട് അവർക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് അവർ വീണ്ടും വീണ്ടും പറയുന്നു. പക്ഷേ സിറ്റുവേഷൻ അവർക്ക് പ്രതികൂലമായി നിൽക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. നിങ്ങളെ അവർ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റ്, ഒരു ബുദ്ധിമോശം കാരണം എന്തെങ്കിലും തെറ്റുകൾ അവർക്ക് സംഭവിച്ചു പോയിട്ടുണ്ടായിരിക്കാം. പക്ഷേ എങ്കിലും അവരുടെ ഉള്ളിൽ നിങ്ങളാണ് അവരുടെ ലോകമെന്ന് അവർ ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നുണ്ട്. ഇവിടെ ചിന്തിക്കുന്നുണ്ട്. അവർ ഇനി തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ ആയതുകൊണ്ടായിരിക്കാം ഇനി നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളെ ഹാപ്പി ആയിട്ടൊക്കെ നിൽക്കുന്നത് കാണുന്നത് കൊണ്ട് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ടായിരിക്കാം ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണെ വേണ്ടായിരിക്കുമെന്ന്. ഓക്കെ, ആ ഒരു ചിന്തയിൽ കൂടി ചില വ്യക്തികൾ കടന്നു പോകുന്നുണ്ട്. ഞാൻ നിന്നോടൊപ്പം മാത്രമാണ് എന്ന് നിങ്ങളുടെ പേഴ്സൺ ഉറപ്പിച്ച് പറയുകയാണ്. എനിക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയില്ല നീ ഇല്ലാത്ത ഒരു ലൈഫിനെ കുറിച്ച്. നീയാണ് എൻ്റെ ലോകം എന്ന് ഇവിടെ പറയുന്നുണ്ട്. എല്ലാം നല്ല പോസിറ്റീവായിട്ടുള്ള കാർഡ് തന്നെയാണ്. ഒന്നും ഒരു നെഗറ്റീവ്, ഒരു വിഷമമായിട്ടും വന്നിട്ടില്ല. പക്ഷെ ചില സാഹചര്യങ്ങളായിരിക്കാം തങ്ങളെ അകറ്റി നിർത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു കാർമികമായിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കാം തങ്ങളെ പിരിച്ച് കളഞ്ഞത്. അത് യൂണിവേഴ്സിൻ്റെ നിയമമാണെന്ന് ചിന്തിക്കുക. സാഹചര്യങ്ങളെ നിങ്ങൾ മനസ്സിലാക്കുക. ചിലവർ മൂവ് ഓൺ ചെയ്യേണ്ട വ്യക്തികളാണെങ്കിൽ മൂവ് ഓൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. ദൈവം ചേർത്ത് വെച്ചതിന് മാത്രമേ ഒന്നിച്ചു പോകാൻ കഴിയുള്ളൂ. അപ്പം നിങ്ങളുടെ പേഴ്സൺ എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് വരട്ടെ എന്ന് നിങ്ങൾ തന്നെ പ്രാർത്ഥിക്കുക, അഫർമേഷൻ ചെയ്യുക. നിങ്ങൾ പോസിറ്റീവായിട്ടിരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരും. പല വ്യക്തികളും പറയുന്നുണ്ട് കുറേ നാളായിട്ട് കാണുന്നു ഇതുവരെയും വന്നിട്ടില്ല, ഇനി തീരുമാനം നമ്മൾ എടുക്കാമെന്ന്. അത് തന്നെയാണ് യൂണിവേഴ്സിൻ്റെ ഇഷ്ടവും. തീരുമാനങ്ങൾ നിങ്ങളാണ് എടുക്കേണ്ടത്. തലച്ചോറ് നിങ്ങൾക്കാണ് തന്നിരിക്കുന്നത്. ചിന്തിക്കാനുള്ള കഴിവ് നിങ്ങൾക്കാണ്. നിങ്ങൾ വിഷമിച്ച് നിങ്ങൾ ആ ഒരു തലച്ചോറിനെ പ്രവർത്തനരഹിതമാക്കി ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത് നിൽക്കുന്നത് യൂണിവേഴ്സും ആഗ്രഹിക്കുന്നില്ല. നിങ്ങളിപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനമാണ് ഏറ്റവും നല്ല തീരുമാനം. ചില വ്യക്തികൾ മെസ്സേജ് അയക്കുന്നുണ്ട്, ഇനി നമ്മൾ ടാരോ റീഡ് നോക്കുന്നില്ല, നമുക്കിത് കാണേണ്ട ആവശ്യമില്ല, ഇനി എന്ത് വേണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം എന്നുള്ള മെസ്സേജൊക്കെ കാണുന്നുണ്ട്. പക്ഷെ അത് തന്നെയാണ് യൂണിവേഴ്സ് തീരുമാനിക്കുന്നത്. നിങ്ങൾ മൂവ് ഓൺ ചെയ്യുക, ടാരോ റീഡ് നോക്കരുത് എന്ന് തന്നെയാണ് പറയുന്നത്. നിങ്ങൾ സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുക, ടാരോ റീഡ് നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് നിങ്ങളുടെ ഇൻഡ്യൂഷൻ, അത് തന്നെയാണ് ഈ റീഡിങ്ങിൽ മുഴുവനും ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങളുടെ ഇൻഡ്യൂഷൻ നിങ്ങളോട് സംസാരിക്കും.
ടാരോ റീഡ് നോക്കണമെന്ന് ഒരിക്കലും പറയുന്നില്ല. നിങ്ങൾ വന്ന് കണ്ടു, നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ നിന്ന് യൂണിവേഴ്സിൻ്റെ വശത്ത് നിന്നും ഒരു ചെറിയ മെസ്സേജെങ്കിലും ലഭിക്കുന്നുവെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉപകാരപ്പെട്ട് നിങ്ങൾ ടാരോ റീഡ് നിർത്തിപ്പോയി കഴിഞ്ഞാൽ അത്രയും സന്തോഷം മാത്രമേ ഉള്ളൂ. ഒരാളുടെയും ജീവിതത്തെ തകർത്ത് അല്ലെങ്കിൽ ഡിവോഴ്സ് ആയവരെയൊക്കെ വെച്ച് നമ്മൾ വില പിടിക്കുന്നു എന്നൊന്നല്ല. നിങ്ങൾ വന്ന് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കി അത് കഴിഞ്ഞ് ഞാൻ എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യുന്നതാണ്, നിങ്ങൾ വീണ്ടും വീണ്ടും അഡിക്ഷനായിട്ട് ടാരോ റീഡ് കാണരുത്. നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഈ ലോകത്ത് നിങ്ങളിപ്പം യൂണിവേഴ്സിൻ്റെ യൂട്യൂബ് തന്നെ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും, മലയാളത്തിൽ പോലും കോടിക്കണക്കിന് ആൾക്കാരാണ് ടാരോ റീഡ് കാണുന്നത്. അപ്പോൾ അത്രത്തോളം റിലേഷൻ പ്രശ്നങ്ങളുണ്ട്. മലയാളം പോട്ടെ, മലയാളത്തിൽ തന്നെ എത്ര ചാനലുകളുണ്ട്. ഹിന്ദി, ഇംഗ്ലീഷ്, തമിഴ്, ഏതെല്ലാം വിഷയങ്ങളിലാണോ അതെല്ലാം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ടാരോ റീഡ് നടത്തുകയും അല്ലെങ്കിൽ അതിനെ ഫോളോ ചെയ്യുകയും ചെയ്യുന്നത്. അപ്പം നിങ്ങൾ അതിൽ അഡിക്ഷൻ ആകാതെ മാറിപ്പോകുക എന്നുള്ളത് മാത്രമാണ് റിക്വസ്റ്റ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ കാണുന്നില്ലെങ്കിൽ അത്രയും സന്തോഷമാണ്. ഞാൻ ഒരാളടുത്തും നിങ്ങൾ അയ്യോ പോവരുത്, നിങ്ങളുടെ ജീവിതത്തിൽ തുടർന്നും ഇത് തന്നെ കാണണമെന്ന് ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല, പറയത്തുമില്ല. നിങ്ങൾ റിലേഷൻഷിപ്പ് നല്ലതാവട്ടെ, നിങ്ങളുടെ സിറ്റുവേഷൻ നല്ലതാവട്ടെ എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ ആരുടെയും ഡിവോഴ്സ് ആയിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ റിലേഷനെ ഒന്നും എടുത്ത് ഞാൻ വില പേശി ആരുടെയും ജീവിതത്തെ വിറ്റ് ഞാൻ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള കമൻസുകളൊക്കെ വരുന്നുണ്ട്. ഒരിക്കലും ഞാനെന്ന് മാത്രമല്ല ഒരു ടാരോ റീഡ്സും അങ്ങനെ ഒന്നും ചെയ്യത്തില്ല. നിങ്ങൾക്ക് നല്ല ഒരു മാനസിക പ്രശ്നം എന്ന് പറയുന്നത് എത്രത്തോളം വലുതാണ് എന്ന് മനസ്സിലാക്കിയ ഒരു വ്യക്തികളും നിങ്ങളെ വീണ്ടും വീണ്ടും ചതിക്കുന്നതിന് വേണ്ടിയിട്ടോ ഒന്നും ചെയ്യത്തില്ല. നിങ്ങൾ ഈ സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത്. എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ദൈവത്തിനോട് നന്ദി മാത്രമാണ് പറയുന്നത്. മൂവ് ഓൺ ചെയ്യാൻ തീരുമാനിച്ച വ്യക്തികൾ മൂവ് ഓൺ ചെയ്യുക, ടാരോ റീഡ് കാണാതിരിക്കുക. താങ്ക് യു.